എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും ഹാപ്പി വിഷു ഫ്രം റീന. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയുടെയും പുതുവത്സര നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഹാപ്പി വിഷു. എല്ലാവരും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി സന്തോഷത്തോടും കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഈ വിഷുദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൗഹാർദ്ദവും സ്നേഹവും ബന്ധങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും കൂടി താമസിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകുന്നത്, അല്ലേ? നമ്മളെല്ലാവരും സന്തോഷത്തിനും അതുപോലെ തന്നെ മനസ്സമാധാനത്തിനും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പണത്തിനേക്കാളൊക്കെ ഏറെ ഉപരി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ തന്നെയാണ്, അല്ലേ? നമ്മളിൽ നിന്ന് സൗഹൃദ ബന്ധങ്ങൾ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ സൗഹൃദ ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ലാതാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൗഹൃദങ്ങൾ എന്നും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്. സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിലാകട്ടെ ഈ വിഷുദിനത്തിൽ നമ്മൾ എടുക്കുന്ന ഏക പ്രതിജ്ഞ, ജീവിതത്തെ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കണം, അല്ലേ? യേശുദേവൻ പറഞ്ഞിരിക്കുന്നത് നിന്നെ നിൻ്റെ അയൽക്കാരെ പോലെ സ്നേഹിക്കുക എന്നാണ്. പക്ഷേ എത്ര പേർ അത് ഉൾക്കൊള്ളുന്നു എന്നറിയാൻ എനിക്കറിയില്ല, എത്ര പേർ അത് ഉൾക്കൊള്ളുന്നു എന്നത്. പക്ഷേ നമ്മുടെ ഈ വിഷുദിനത്തിലുള്ള ഈ ഒരു തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ചേക്കാം. നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക, നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സമാധാനം കണ്ടുപിടിക്കണം, സന്തോഷം കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. നമ്മൾ എല്ലാ വർഷവും വിഷു ഭയങ്കര സന്തോഷമായിട്ട് ആഘോഷിക്കാറുണ്ട്, അല്ലേ? ഞാൻ ഈ വിഷുവിന് നിങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി മൂളിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 വരി മൂളാട്ടോ. എനിക്കിഷ്ടമാണ് പാട്ട് പാടാൻ. പക്ഷേ എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹൈ പിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം പാട്ട് പാടാൻ എനിക്ക് പറ്റാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 വരി മൂളിക്കോട്ടെ ഈ വിഷുദിനത്തിൽ. ും തുളസി പിച്ചക മാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണേണം. തെച്ചി മന്ദാരം തുളസി പിച്ചക മാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണേണം. ഞാൻ എന്തെങ്കിലും പാടില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ വലിയൊരു പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേങ്കിൽ എനിക്ക് പാടാൻ അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ 2 വരി മൂളി എന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഉള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷു നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നതിനോടൊപ്പം നിങ്ങളോടെല്ലാവരോടും സ്നേഹം മാത്രമേ എനിക്കുള്ളൂ. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി റീന ഫ്രം ലണ്ടൻ. താങ്ക് യു. ഹാപ്പി വിഷു.